നല്ല വലിയ ഗൂസ് ബംസോ വോ ഫാക്ടറോ ഒന്നുമില്ല. ക്യാരക്ടേഴ്സിനെയൊന്നും പ്രോപ്പർലി ഡിഫൈൻ ചെയ്തില്ല. അവസാനം ഇവർ എന്തൊക്കെയോ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അത് എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ ഇവരുടെ ഈ CGI വർക്കും ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്കൽ സൈഡൊക്കെ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തിയേറ്ററിൽ കാണാൻ കുഴപ്പമില്ല. ക്ലൈമാക്സ് സീക്വൻസും ആ ഭാഗങ്ങളും അതായത് ഇവർ പറയുന്ന ഇന്റർവെൽ ഉണ്ടല്ലോ, അതിനുശേഷമുള്ള സീക്വൻസ് ഒക്കെ കുഴപ്പമില്ലായിരുന്നു. കണ്ടിരിക്കാം, ഭയങ്കര സംഭവമൊന്നുമില്ല, എന്നാൽ അങ്ങനെ മോശമൊന്നുമില്ല. അതായത് ഏപ്സിന്റെ കയ്യിൽ ഇതിന്റെ കൺട്രോൾ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള ചില സീനൊക്കെ കൊള്ളായിരുന്നു. അവർ വർക്ക് ചെയ്തിരിക്കുന്നത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലി എൻ്റെ VFX ആണെങ്കിലും ഈ പറയുന്ന സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ആ ഒരു രീതിയിൽ വർത്താണ്. പക്ഷേ സ്റ്റോറി ബേസിൽ ഒരു പുതുമയും കാര്യങ്ങളൊന്നുമില്ല. കണ്ടിരിക്കാം, എത്ര ബോറിംഗ് ഇല്ല, ലാഗില്ല, മൊത്തം കണ്ടിരിക്കുക ലാഗില്ല. ആദ്യം തൊട്ട് മൊത്തം കണ്ടിരിക്കാം. മുമ്പത്തെ സിനിമ കാട്ടിയും കൊള്ളാം. അനിമേഷൻ ഗ്രാഫിക്സ് ഒക്കെ കൊള്ളാം, മുമ്പത്തെ കാട്ടിയും കൊള്ളാം, ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അടിപൊളി പടം, ഇവിടെ തന്നെ വന്ന് കാണണം. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഇവിടെ. നല്ല അടിപൊളി പടം. ഇത് മുമ്പത്തെ കാലം ഇത് കൊള്ളാം. കൊള്ളായിരുന്നു, പടം കൊള്ളാം, നല്ല പടം. അടുത്തൊന്നും പറയാനില്ല. ഇത് അടുത്തൊരു ട്രയോളജിയുടെ പാർട്ടാണ്, അപ്പോൾ ബാക്കി നോക്കാം. അതിൻ്റെ അഭിനയം അത് CGI വർക്കല്ലേ, അത് നന്നായിട്ടുണ്ട്. നല്ല പടമായിരുന്നു. വിഷ്വലും ഗ്രാഫിക്സും എല്ലാം സൂപ്പറായിരുന്നു. സ്റ്റോറി പോണ എല്ലാം നല്ല അടിപൊളിയായിരുന്നു. കൂടുതൽ അവർ പറഞ്ഞിരിക്കുന്ന സ്റ്റോറി അവർ കഴിഞ്ഞ 2017 കാലം കഴിഞ്ഞ് ഒരു 300 വർഷം കഴിഞ്ഞുള്ള കഥയാണ് ഇപ്പോൾ പറയണത്. അപ്പോൾ അത് നല്ലപോലെ അവർ സീസറിൻ്റെ കാര്യമൊക്കെ നല്ലപോലെ അതിലുണ്ടായിരുന്നു. படம் சூப்பர் ஆயிட்டு எல்லாம் நல்லா இருக்கு. எல்லா ஆக்டிங்கும் நல்லா இருக்கு. எல்லாம் சூப்பர் ஆயிட்டு அடியெல்லாம் சூப்பர் ஆயிட்டு படம் காண வேண்டிய படம் எல்லாம் நல்லா சூப்பர் ஆயிட்டு